കെയർ ടേക്കറാണ്. ഒരു ദിലീപ് ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ സത്യത്തിൽ കുടുംബ പ്രേക്ഷകർക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്ന നാളുകൾ ഉണ്ടായിരുന്നു. എല്ലാം മറന്ന് ഒരുപാട് ചിരിക്കാനും ആസ്വദിക്കാനും ഒക്കെയുള്ള മികച്ച എന്റർടൈനറുകൾ തന്നിരുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആണ് ദിലീപ്. ദിലീപേട്ടന്റെ സിനിമാ സെലക്ഷൻ കുറെ നാളുകളായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന തോന്നല് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിന്റെ ട്രെയിലറും പ്രൊമോഷണൽ വീഡിയോസും ഒക്കെ കണ്ടപ്പോൾ വീണ്ടും പ്രതീക്ഷകൾ വന്നു. പവി കിടുക്കിയോ? നമുക്ക് നോക്കാം. നടനും സംവിധായകനുമായ വിനീത് കുമാറിന്റെ മൂന്നാമത്തെ സംവിധാന സംരംഭമാണ് പവി കെയർ ടേക്കർ. ദിലീപേട്ടനാണ് പ്രധാന കേന്ദ്ര കഥാപാത്രമായ പവിയെ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ പോസിറ്റീവ് വശങ്ങളിലേക്ക് നോക്കുന്നതിന് മുൻപ് തന്നെ എനിക്കൊരു സജഷൻ പറയാനുള്ളത്, ഇപ്പോ തിയേറ്ററുകളിൽ തകർത്തോടിക്കൊണ്ടിരിക്കുന്ന ആവേശം കണ്ട പോലെയോ മഞ്ഞുമലോ വർഷങ്ങൾക്ക് ശേഷമോ അങ്ങനെയുള്ള മൂഡിലൊന്നും പവിയെ കാണാൻ പോകരുത്. നിരാശയാവും ഫലം. കാരണം ഇതൊരു പക്ക ദിലീപ് ചിത്രമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയിലുള്ള കുറെ സ്ലാപ്സ്റ്റിക് കോമഡികളും ടങ് ട്വിസ്റ്റുകളും അബദ്ധങ്ങളും സിറ്റുവേഷണൽ കോമഡികളും ഒക്കെയാണ് ഇവിടെയും കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ദിലീപിന്റെ പഴയ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ കുറേയേറെ റെഫറൻസുകൾ അവിടെ ഇവിടെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. കല്യാണരാമൻ, പാണ്ടിപ്പട തുടങ്ങി ബോഡി ഗാർഡ് വരെ വന്നു പോകുന്നുണ്ട് ചിത്രത്തിൽ. ഇനി പോസിറ്റീവ് സൈഡിലേക്ക് നോക്കിയാൽ അത്യാവശ്യം കുറച്ച് നല്ല നർമ്മരംഗങ്ങൾ ചിത്രത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദിലീപും അദ്ദേഹത്തിന്റെ കൂടെയുള്ള നായയും ഒരുമിച്ചുള്ള സീനുകൾ വളരെ കണക്റ്റഡ് ആവുന്ന വിധമാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു നായയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെറ്റിനെയൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിലെ പല സീനുകളും നിങ്ങൾക്ക് ഒരുപാട് പെട്ടെന്ന് തന്നെ കണക്റ്റഡ് ആവാൻ സാധിക്കും. വളരെ ഇമോഷണൽ ആയുള്ള നല്ല കുറച്ച് രംഗങ്ങളൊക്കെ ചിത്രത്തിലുണ്ടായിരുന്നു. ഒരു മരപ്പട്ടിയുടെ സീനൊക്കെ വളരെ നന്നായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റണ്ടിന് വേണ്ടി സ്റ്റണ്ട് ഇട്ടതാണെങ്കിലും ആ ഒരു ഫൈറ്റ് സീൻ വലിയ കുഴപ്പമില്ലാതെ തോന്നി. അതുപോലെ തന്നെ ചിത്രത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴുള്ള ഒരു ക്ലൈമാക്സ് രംഗത്തിന് തൊട്ട് മുമ്പ് വരെയുള്ള കുറേയേറെ രംഗങ്ങൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ തോന്നി. അതുപോലെ തന്നെ ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നതെങ്കിലും അതും വലിയ കുഴപ്പമില്ല എന്ന രീതിയിലാണ് ചിത്രം അവസാനിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ ഒരു നെഗറ്റീവ് വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദിലീപ് പടങ്ങളിൽ സ്ഥിരമായി വരുന്ന കുറച്ച് ക്രിഞ്ച് കോമഡികളുണ്ട്. അത് ആവശ്യത്തിനും അനാവശ്യത്തിനുമെല്ലാം ഇവിടെയും ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നായിക കഥാപാത്രങ്ങളായി വന്ന പുതുമുഖങ്ങൾ പെർഫോമൻസ് ലെവലിൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നിച്ചെങ്കിലും ഈ നായിക കഥാപാത്രങ്ങളിലെ ഒരാള് പോലും പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കുന്ന പോലെയുള്ള കഥാപാത്രങ്ങളല്ലായിരുന്നു. കാരണം അവർക്ക് കുറച്ചുകൂടി ഡെപ്ത് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. പടം കണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിലെ ഒരു നായികയുടെ മുഖം പോലും നമ്മുടെ മനസ്സിൽ വരില്ല. കാരണം ഇവരാരും തന്നെ ഒട്ടും യുണീക്ക് അല്ലാതെയാണ് ചിത്രത്തിൽ ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ തിരക്കഥ പലപ്പോഴും വളരെയധികം ലാഗ് അടുപ്പിച്ചാണ് മുമ്പോട്ട് പോയത്. പക്ഷേ അത്ര ബോറിംഗ് ആയിട്ടുമില്ല എന്നും തോന്നി. കാരണം അവിടെയെല്ലാം ചെറിയ ചെറിയ കോമഡി സിറ്റുവേഷൻസ് കൊണ്ട് അതിനെയൊക്കെ മേക്കപ്പ് ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. ആകെ മൊത്തത്തിൽ നോക്കിയാൽ വലിയ കുഴപ്പമില്ലാതെ കണ്ടു തീർക്കാൻ പറ്റുന്ന, വലിയ ബോറിംഗ് ഇല്ലാത്ത, ഒരു തവണ കാണാൻ സാധിക്കുന്ന ഒരു ദിലീപ് ചിത്രമെന്ന് പവി കെയർ ടേക്കർ എന്ന സിനിമയെ വിശേഷിപ്പിക്കാം. പവി കെയർ ടേക്കർ തൊട്ടടുത്ത തിയേറ്ററുകളിൽ കണ്ടാസ്വദിക്കുക. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് രേഖപ്പെടുത്തൂ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും മറ്റ് വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.